₹1299 സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ ട്രൂക്കിൻ്റെ ഒരു ഇയർബഡ് ഫ്ലിപ്കാർട്ടിൽ ഫസ്റ്റ് സെയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന ഈ ഒരു ബഡ്സ് A1 1299 ഇറങ്ങിയെങ്കിലും ഇതിൻ്റെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത് ₹1499. എന്നാൽ ഇപ്പോൾ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ വെറും 1099, അതായത് ₹1100 വാങ്ങിക്കാൻ പറ്റും. കാരണം ഇപ്പോൾ എന്തോ ഒരു ഓഫർ നടക്കുന്നതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ വില 1499 തന്നെയാണ്. ഇതിലൊരു എടുത്തു പറയേണ്ട ഒരു സവിശേഷത ഇതിൽ ANC ഉണ്ട്, ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ. സോ നിങ്ങൾ ₹1500 ഒരു ഇയർബഡ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നു, ANC വേണം എന്നുണ്ടെങ്കിൽ ട്രൂക്കിൻ്റെ ബഡ്സ് A1 കൺസിഡർ ചെയ്യുന്നതിൽ തെറ്റുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ സവിശേഷതകൾ എന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പൂർണ്ണമായും പറഞ്ഞത്. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ട്രൂക്ക് A1. എന്തായാലും ഫിസിക്കലി നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു മാറ്റ് ഫിനിഷ് കേസാണ്, അത്യാവശ്യം കോമ്പാക്റ്റ് ആണ്, അതിലൊന്നും വേറൊരു സംശയമില്ല. ഫ്രണ്ടിലൊരു ഡിസൈൻ നല്ല രസമുണ്ട് കാണാനൊക്കെ കേട്ടോ, ഒരു ബട്ടൺ പോലെയൊക്കെ തോന്നും, എന്നാൽ അതൊന്നും അല്ല, ജസ്റ്റ് ഒരു ഡിസൈൻ മാത്രമാണ്. ട്രൂക്കിൻ്റെ ലോഗോ ഉണ്ട്, അതുപോലെ തന്നെ ഒരു LED ഇൻഡിക്കേറ്റർ നമുക്ക് കാണാൻ സാധിക്കും. അടിയിലൊരു Type-C പോർട്ടും ഒരു റീസെറ്റ് ബട്ടണും ഉണ്ട്. ഈ റീസെറ്റ് ബട്ടൺ കൊടുത്തേക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇയർബഡിൽ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പെയർ ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് രണ്ട് നയമിൽ കാണിക്കാം. അതായത് നമ്മൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണം പെയർ ചെയ്യുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ അത് മാത്രമേ ഒരെണ്ണം മാത്രമേ വർക്ക് ആവത്തുള്ളൂ, മറ്റത് വർക്ക് ആവത്തില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റീസെറ്റ് ബട്ടണിൽ ഞെക്കിയിട്ട് അങ്ങ് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് ശരിയാവും. അത് ഇതിൽ മാത്രമല്ല 161-ലും അതുപോലെ തന്നെ 16 Proയിലും ഒക്കെ ഈ ഒരു ഇഷ്യൂ പറയുന്നുണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറെ ഒന്നുമില്ല, റീസെറ്റ് ബട്ടൺ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അങ്ങോട്ട് റീസെറ്റ് ചെയ്യുക. ഇനി എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇത് വെറും ഒരു കേസ് അല്ല, 300 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ള പവർ ബാങ്ക് കൂടിയിട്ടുണ്ട്. അപ് ടു 48 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം കേട്ടോ. ഈ ഒരു 300 mAh 120 മിനിറ്റ് വേണം, അതായത് 2 മണിക്കൂർ വേണം 100% ചാർജ് ആകാനായിട്ട്. 5V1 ആണ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന ചാർജിങ് അഡാപ്റ്റർ, അതായത് 5 wattsൻ്റെത്. നിങ്ങളുടെ കയ്യിൽ ലോ പവർ അഡാപ്റ്റർ ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും എന്താ പറയുക, ഫാസ്റ്റ് ചാർജറിൽ ഔട്ട്പുട്ട് 5V2 ഉണ്ടെങ്കിലും വലിയ പ്രശ്നം വരാൻ ചാൻസ് ഇല്ല, കാരണം ഇത് Type-C ആയതുകൊണ്ട് തന്നെ. പിന്നെ പലരും പറയാറുണ്ട് 5 watts ആണ് ഇതിൽ വേണമെങ്കിൽ അത് തന്നെ എടുക്കും നമ്മൾ ഫാസ്റ്റ് ചാർജ് യൂസ് ചെയ്താൽ എന്നുള്ളത്. പക്ഷേ ആ ഒരു കണക്ട് ചെയ്യുന്ന കേബിളിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അടിച്ചു പോയിട്ട് നമ്മൾ സർവീസിന് കൊണ്ടുപോകണമെങ്കിൽ ഉറപ്പായിട്ടും വാറണ്ടി കിട്ടത്തില്ല, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെക്കുക. കൂടാതെ Type-C ആണ്, ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി ഉണ്ട്, 10 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 10 മണിക്കൂർ നമുക്ക് ടോട്ടൽ പ്ലേ ടൈം ലഭ്യമാകുന്നതാണ്. ഇനി ലെഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ലെഡ് ക്വാളിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു ട്രൂക്കിൽ എപ്പോഴും നമ്മൾ കാണുന്ന പോലെ തന്നെ ചെറിയൊരു ചീപ്നെസ് എവിടെയൊക്കെയോ ഉണ്ട്, അത് ഇവിടെയും നമുക്ക് കാണാൻ പറ്റും. എന്തായാലും ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി ഏത് ഡിവൈസിലാണോ നമ്മൾ പെയർ ചെയ്യുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് റീകണക്റ്റ് ആകുന്നതാണ്. ഇനി ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈനാണ്, കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ഫുള്ള് ഒരു മാറ്റ് ഫിനിഷാണ്. ട്രൂക്കിൻ്റെ ലോഗോ പറയിലുണ്ട്, LED ഇൻഡിക്കേറ്ററും മൈക്കും ഒക്കെ നമുക്ക് കാണാം. ലെഫ്റ്റും റൈറ്റും ഒക്കെ തന്നെ ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും 10 mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ രണ്ട് ഇയർബഡുകൾ നമുക്ക് ലഭ്യമാകുക. ഓരോ ഇയർബഡുകളിലും 40 mAh വീതം ബാറ്ററി കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ 6 to 8 hours വിത്തൗട്ട് ANC-ലും വിത്ത് ANC-ലാണെങ്കിൽ ഒരു 5 to 7 hours കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഇതൊക്കെ തന്നെ നമ്മളൊരു 50-60% കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിനേക്കാളും കുറയും, അതിൽ വേറൊരു സംശയമില്ല കേട്ടോ. കൂടാതെ 90 minutes വേണം, അതായത് 1 മണിക്കൂറും 30 മിനിറ്റും വേണം ഇത് ചാർജ് ആകാനായിട്ട്, ഇയർബഡുകൾ 100% ചാർജ് ആകാനായിട്ട്. ഇനി നമ്മുടെ ബേസിക് ടച്ച് കൺട്രോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മുടെ ടച്ച് സെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സെൻസിറ്റീവ് ആണ്, അത് വേറെ സംശയമില്ല. വലുതിലാണെങ്കിലും ഇടതിലാണെങ്കിലും നമ്മൾ ജസ്റ്റ് ഒരു 1 ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടോ മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും കൂടാതെ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും സാധിക്കും. വലുതിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ അത് അങ്ങോട്ട് നെക്സ്റ്റ് ട്രാക്കിലേക്കും, ഇടതിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ അത് വീണ്ടും അങ്ങോട്ട് പ്രീവിയസ് ട്രാക്കിലേക്കും പോകും. കൂടാതെ വലുതിൽ നമ്മൾ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോഴാണ് ഇതിനകത്തുള്ള ഒരു 50 ms ലോ ലേറ്റൻസി മോഡ് അങ്ങോട്ട് ഓൺ ആവുന്നത്. ഗെയിമിംഗ് മോഡ് ഓൺ എന്നൊക്കെ പണ്ട് കുറേ പറയും. അതേപോലെ തന്നെ വീണ്ടും നമ്മൾ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അത് അങ്ങോട്ട് ഓഫ് ആവും. കൂടാതെ ഇടതിൽ നമ്മൾ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള വോയിസ് അസിസ്റ്റൻസ് അങ്ങോട്ട് വർക്ക് ആവുന്നതാണ്. അതേപോലെ തന്നെ വലുതിൽ നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇതിനകത്തുള്ള ANC 30 dB ANC ഓൺ ആവുക. കൂടാതെ ഇടതിൽ നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് 3 EQ മോഡ്സ് ഉണ്ട്, അതങ്ങോട്ട് ചേഞ്ച് ഓവർ ആവുകയും ചെയ്യും. ഇനി എൻ്റെ വെയറിംഗ് കംഫർട്ടിലേക്ക് വരുവാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് എൻ്റെ ചെവിയിൽ ഇരിപ്പുണ്ട്, അതിലൊന്നും വേറൊരു സംശയമൊന്നുമില്ല. എന്താ പറയുക, ഒരു പാസീവ് നോയ്സ് ക്യാൻസലേഷൻ നല്ല രീതിക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ക്രൗഡായിട്ടുള്ള പ്ലേസിൽ പോയിട്ട് നമ്മൾ ANC ഓഫ് ആക്കാണ്ട് തന്നെ നമുക്ക് നല്ല രീതിക്ക് മ്യൂസിക് എൻജോയ് ചെയ്യാനും അതുപോലെ തന്നെ മൂവീസ് കാണാനും അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വിളിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞു ഇതിനകത്ത് 30 dB ANC ഉണ്ട്. സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ അത് അങ്ങോട്ട് ഓൺ ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഈ 30 dB എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഒരു 25 dB ആണ് യൂസ് ചെയ്ത് പരിചയമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 30 നമ്മൾ കേൾക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഒരു ബെറ്റർ ഫീൽ ANC കിട്ടും. എന്ന് പറഞ്ഞിട്ട് ഭയങ്കര രീതിക്ക് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതിൽ ANC
ഉണ്ടെന്നുള്ളത്. ANC ഉണ്ട്, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. എന്താ പറയുക, 25 dBനേക്കാളും കുറച്ചുകൂടി ബെറ്റർ, അതായത് നോർമലി നമുക്ക് കിട്ടുന്ന ഇയർബഡുകളെക്കാളും കുറച്ചുകൂടി ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ANC ഇവിടെ എനിക്ക് കിട്ടുന്നു എന്നുള്ളതാണ് പറയാൻ പറ്റുന്നത്. അല്ലാണ്ട് ഭയങ്കര വലിയ ANC ഉണ്ട്, നിങ്ങൾ ഉറപ്പായിട്ടും കണ്ണും പൂട്ടി വാങ്ങിച്ചുള്ളൂ എന്ന് പറയാനേ പറ്റത്തില്ല കേട്ടോ. പിന്നെ ചിലർ ഇപ്പോൾ എൻ്റെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരു സുഹൃത്ത് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, വേറെ ഏതോ ഒരു യൂട്യൂബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ANC ഇല്ല, ഒന്നുമില്ല എന്നുള്ളത്. സത്യം പറഞ്ഞാൽ പുള്ളി എനിക്ക് തോന്നുന്നു ഫ്ലാഗ്ഷിപ്പ് ഏതെങ്കിലുമൊക്കെ ഇയർബഡുകൾ യൂസ് ചെയ്തിട്ടായിരിക്കാം, മേ ബി ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കാം ഇതിലത് ANC ഓൺ ആക്കി നോക്കിയത്, അതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ പുള്ളിക്ക് കിട്ടിയ ആ ഒരു പ്രോഡക്റ്റ് ഡിഫക്റ്റീവ് ആയിരിക്കാം. എന്നാലും ANC നമുക്ക് ഓൺ ആക്കുമ്പോഴത്തേക്ക്, അതായത് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ഫീൽ കിട്ടും. ANCൻ്റെ ഒരു ഫീൽ ഉണ്ടല്ലോ, ഇങ്ങനെ അടയ്ക്കുന്നൊരു ഫീൽ. പക്ഷേ നല്ല ഷാർപ്പായിട്ടുള്ള സൗണ്ടുകൾ നമുക്ക് കേൾക്കാം, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് ANC എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കേണ്ട, പക്ഷേ ANC ഉണ്ട് കേട്ടോ. പിന്നെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ഇതിനകത്ത് SBC AAC കോഡൊക്കെ ഉണ്ട്. സോ 100% നമ്മൾ പാട്ടുകൾ ഇടുമ്പോൾ പോലും അങ്ങനെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ചില പാട്ടുകളിൽ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും, ആരും കുറ്റം പറയാൻ പറ്റത്തില്ല. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു സംഭവം, ഇതിനകത്ത് 3 EQ മോഡ്സ് ഉണ്ട്: ഡൈനാമിക്, ബേസ് ബൂസ്റ്റഡ്, മൂവി മോഡ്. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട, സത്യം പറഞ്ഞാൽ കുറച്ച് ഇഷ്ടപ്പെട്ട ഡൈനാമിക് ആണ്, കുറച്ച് ട്രബിളൊക്കെ ഉണ്ട്. വോക്കൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ബേസ് ബൂസ്റ്ററിനെക്കാളും. അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നിങ്ങളുടെ ഇഷ്ടം ഏതാണ്, അല്ലെങ്കിൽ നിങ്ങളിത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നോർമലി കേൾക്കുന്നതാണ്, അല്ലെങ്കിൽ ഈ ഒരു EQ മോഡ്സിൽ കേൾക്കുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, അത് വീഡിയോയുടെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തണേ. എന്തായാലും മ്യൂസിക് ക്വാളിറ്റി പറയാനായിട്ടുള്ളത്, എന്തായാലും EQ മോഡ്സ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ബേസ് ബൂസ്റ്റഡ് അല്ലെങ്കിൽ ബേസ് ലവർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടാവും. അതല്ല വോക്കൽ ലവർ ആണെങ്കിൽ ആ ഒരു മോഡിലേക്ക് വരുവാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് വോക്കൽ ഡോമിനേറ്റഡ് ഉള്ള ഔട്ട്പുട്ട് കിട്ടും. സോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഓവറോൾ ആക്ച്വലി മ്യൂസിക് ക്വാളിറ്റി നമുക്ക് കൂടുതൽ അങ്ങോട്ട് കുറ്റം പറയാൻ പറ്റത്തില്ല. പിന്നെ നോർമൽ ആ ഒരു മോഡിൽ ഇട്ടിട്ട് ഞാനിങ്ങനെ പാട്ട് കേട്ട സമയത്ത് ചില പാട്ടുകളിൽ ഇപ്പോൾ എന്താ പറയുക, നെഞ്ചെ ഉനക്കാക്ക എന്ന് പറഞ്ഞൊരു പാട്ട് ഞാൻ ഇങ്ങനെ കേട്ടപ്പോഴത്തേക്ക് വിജയ് സേതുപതിയുടെ ആ ഒരു സമയത്ത് ആക്ച്വലി ബേസ് ഗിറ്റാറിന്, അല്ലെങ്കിൽ ആ ഒരു ഗിറ്റാറിന് ഡോമിനേറ്റഡ് ആയിട്ടില്ലായിരുന്നു ബേസ്. പക്ഷേ ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള പാട്ടുകൾ പോലും നോർമൽ നമ്മളെ മോഡിൽ ഇട്ടിട്ട് കേൾക്കുമ്പോഴത്തേക്ക് ബേസ് ഡോമിനേറ്റഡ് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും മ്യൂസിക് ലവേഴ്സിന് ഇഷ്ടപ്പെടും എന്നുള്ളതിൽ വേറൊരു സംശയമില്ല. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ട്രൂക്ക് ബഡ്സ് A1 നിന്നും ലഭ്യമാകുന്ന ഒരു മൈക്ക് ക്വാളിറ്റിയാണ് ഔട്ട്ഡോറിൽ. ഞാൻ ആക്ച്വലി നോർമലിയാണ് സംസാരിക്കുന്നത്. ഇതിനകത്ത് ക്വാഡ് മൈക്ക് വിത്ത് ANC ഉണ്ട്, അതായത് ഓരോ ഇയർബഡുകളും നമുക്ക് 2 മൈക്കുകൾ കാണും. അപ്പോൾ നമ്മളൊരു നോർമൽ അല്ലെങ്കിൽ ഒരു കോളിംഗ് പർപ്പസിന് വേണ്ടി നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് വർത്ത് ബൈങ് ആകുമോ, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ബ്ലൂടൂത്ത് വേർഷൻ 5.3 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്റർ ഉണ്ട്. കൂടാതെ IPX5 ഒരു വോട്ടൻസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അത്യാവശ്യം ഡ്രസ്സിലെങ്കിലും അല്ലെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്താലും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. IPX5 എന്ന് പറയുമ്പോഴത്തേക്ക് ഡ്രസ്സിലെങ്കിൽ എന്നുള്ളതല്ല, ഹെവി റെയിനിൽ പോലും യൂസ് ചെയ്യാം. ഇനി അതല്ല നിങ്ങൾ കുളിക്കുന്ന സമയത്താണെങ്കിൽ ഇത് ഉപയോഗിച്ചാൽ അടിച്ചു പോകത്തില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഇൻ കേസ് അടിച്ച് പോയി കഴിഞ്ഞാൽ വാറണ്ടി, ഞാൻ വീണ്ടും പറയുന്നത്, ഒരു വർഷം ഉണ്ടെങ്കിലും അതങ്ങോട്ട് കിട്ടാനേ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡ്രസ്സിൽ ഉപയോഗിച്ചോളൂ, വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ഇനി നമ്മുടെ 50ms ലോ ലേറ്റൻസി മോഡ് PUBG പോലുള്ള ഗെയിമുകൾ കളിക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം ആക്യുറേറ്റ് ആണെന്ന് നോക്കാവേ. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഞാൻ അങ്ങോട്ട് സ്പ്രേ ചെയ്തിട്ട് കൈയെടുക്കുമ്പോഴത്തേക്ക്, ട്രിഗറിന്ന് കൈയെടുക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം ആ ഒരു സൗണ്ട് സസ്റ്റെയിൻ ചെയ്യുന്നത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. വലിയ കുഴപ്പമില്ലല്ലേ, അത്യാവശ്യം നല്ല രീതിക്ക് കളിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. സിംഗിൾ ടാപ്പ് ആണെങ്കിലും കണ്ടോ, കൊള്ളാം. എന്തായാലും കൊള്ളാമല്ലേ. 50ms പൊതുവേ നമ്മൾ ഈ ഒരു ബോട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ഡിലേ, ഒരു പൊടിക്ക് ഡിലേ കിട്ടുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് അങ്ങനെയും എനിക്ക് ഫീൽ ചെയ്തില്ല. എന്തോ എനിക്കറിയത്തില്ല, എന്തായാലും ഇതിൻ്റെ പ്രത്യേകത ആണോ എന്ന് അറിയത്തില്ല. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് കളിക്കാൻ പറ്റും. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളൊരു പ്രോ പ്ലെയർ ആണെങ്കിൽ ഇതുപോലുള്ള ബ്ലൂടൂത്ത് ഇയർഫോണുകൾ യൂസ് ചെയ്യാണ്ട് ഒരു വയേർഡ് ഇയർഫോൺ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാനാണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. അതർവൈസ് ഈ ഒരു ലോ ലേറ്റൻസി മോഡ് ഓൺ ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വീഡിയോസ് അല്ലെങ്കിൽ മൂവീസൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്ക്. ഇനി അതല്ല, ഇൻ കേസ് എന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ലോ ലേറ്റൻസി മോഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ നല്ല രീതിക്ക് പെർഫെക്റ്റ് ആയിട്ട് വീഡിയോസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് എന്തായാലും ഈ ഒരു ട്രൂക്ക് ബഡ്സ് A1 കുറിച്ചിട്ട് എനിക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. 1499 നോർമൽ റേറ്റ്. ഇനി അതല്ല, ഇതുപോലെ 1100 രൂപയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകോ ഇല്ലെന്ന് ചോദിച്ചാൽ ഞാൻ പറയണത് 1100 രൂപയ്ക്ക് കിട്ടുന്നെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങിച്ചോളൂ, നോ പ്രോബ്ലം, കണ്ണും പൂട്ടി വാങ്ങിക്കാം. പക്ഷേ സർവീസ് എന്നെ സംബന്ധിച്ചുള്ളത്, ഞാൻ തിരുവനന്തപുരത്താണ്, തിരുവനന്തപുരത്ത് സർവീസ് സെൻ്റർ ഉണ്ട് കേട്ടോ. അതായത് പിക്കപ്പ് പോയിന്റ് ആണ്, നമ്മൾ ജസ്റ്റ് അവിടെ കൊണ്ട് കൊടുക്കുക, അവരത് അയച്ചു കൊടുക്കും ഡൽഹിയിലേക്ക്. എന്നാൽ എല്ലായിടത്തും അത് അവൈലബിൾ അല്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് സർവീസ് ചിലപ്പോൾ ഇഷ്യൂസ് ഉണ്ടാകും. പിന്നെ തിരുവനന്തപുരത്തുള്ള പുള്ളിക്കാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പലരും കാസർഗോഡ് നിന്ന് സഹിതം ഇങ്ങോട്ട് അയച്ചു കൊടുക്കാറുണ്ടെന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും പുള്ളി അഡ്രസ്സ് അയച്ചു തരും. പുള്ളിയുടെ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി എന്തായാലും സർവീസിന് അയച്ചു കൊടുക്കുന്നതാണ്. പക്ഷേ
കാസർഗോഡ് നിന്ന് നമ്മളെ തിരുവനന്തപുരത്തേക്ക് അയക്കുന്ന ആ ഒരു സർവീസ് ചാർജും കൊറിയർ ചാർജും അവിടെ നിന്ന് സാധനം തിരിച്ചെത്തിയിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് അയക്കുന്ന കൊറിയർ ചാർജും ഒക്കെ നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു ചെറിയൊരു സംഭവമുണ്ട്. സോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും സർവീസ് സെൻറ്റർ ഉള്ള അല്ലെങ്കിൽ പിക്കപ്പ് പോയിന്റ് ഉള്ള ആൾക്കാർക്ക് കുഴപ്പമില്ല. അതർവൈസ് ഇതുപോലുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. എന്നാൽ പോലും കുഴപ്പമില്ല. 1100 രൂപയ്ക്ക് മ്യൂസിക് ക്വാളിറ്റി വെച്ചിട്ടാണെങ്കിലും അതല്ല ഒരു ഗെയിമിങ്ങിനാണെങ്കിലും പിന്നെ മൈക്ക് ക്വാളിറ്റി നിങ്ങൾ ഓൾറെഡി കേട്ട് കഴിഞ്ഞാലോ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും വർത്താണെന്നുള്ളതിൽ വേറൊരു സംശയമില്ല. ANC 30 dB ഉണ്ട് എന്നുള്ളത് ഒരു എടുത്ത് പറയേണ്ട ഒരു സംഭവം. കാരണം നോർമലി നമുക്ക് കിട്ടുന്നതിലൊക്കെ 25 ആണ്. ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് 30 ആണ്. കൂടുമ്പോഴാണ് നമുക്ക് ആക്ച്വലി DB ഈ ഒരു ഡെസിബിൾ ആക്ച്വലി 30, 40, 50 പോകുമ്പോഴാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നമുക്ക് ആ ഒരു ANC എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും നോർമലി നമുക്ക് കിട്ടുന്നതിനേക്കാളും കുറച്ച് ബെറ്റർ ആയിട്ടുള്ളൊരു ANC എക്സ്പീരിയൻസ് ഇന്ന് കിട്ടുകയും ചെയ്യും. സോ അതുകൊണ്ട് തന്നെ ഞാൻ പറയും 1100 രൂപയ്ക്കുള്ള ഒരു ANC പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ ഉറപ്പായിട്ടും ട്രൂക്ക് ബഡ്സ് A1 വാങ്ങിച്ചുള്ളൂ. കണ്ണും പൂട്ടി ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യമൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കൂടാതെ നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്ത ഈ ഒരു ട്രൂക്ക് ബഡ്സ് A1 നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റയിലുള്ള DeepZstore എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് വാങ്ങിക്കാം. കൂടാതെ ഇയർബഡുകളുടെ കേസും വാച്ച് സ്ട്രാപ്പും അതുപോലെ തന്നെ നമ്മുടെ വാച്ച് അൾട്രാ ക്ലോണും ഇയർബഡുകളുടെ മാസ്റ്റർ കോപ്പി എല്ലാം തന്നെ അവിടെ അവൈലബിൾ ആണ്. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക DeepZstore. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് കൺക്ലൂഡ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. കൂടുതൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.